ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗത്തിലെ യുവാക്കൾ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വിനീത ബി.ജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, എന്താണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്? പലയിടങ്ങളിലും ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന നിലയുണ്ട്. ബംഗാളിൽ ബി.ജെ.പി നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നു എന്ന വിവരമൊക്കെ പുറത്തുവരുന്ന സമയമാണ്. വിശദാംശങ്ങൾ എന്താണ് വിനീത ബി.ജി? ടിക്ക് ഇന്ന് വൈകിട്ട് നടന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിലാണ് പ്രതിനിധി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന സ്ഥിതിഗതികളൊക്കെ തന്നെ വളരെ കൃത്യമായി ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട് എന്ന വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെയും ദീപു ചന്ദ്രദാസ് എന്ന യുവാവ് കൊല്ലപ്പെട്ടു, ന്യൂനപക്ഷ വിഭാഗത്തിലെ യുവാവ് അവിടെ കൊല്ലപ്പെട്ടു. അതിനുശേഷം കഴിഞ്ഞ ദിവസവും അമൃത് മണ്ഡൽ എന്ന മറ്റൊരു 29കാരൻ കൂടി കൊല്ലപ്പെടുകയുണ്ടായിരുന്നു. എന്നാൽ ഈ മോഷണ ശ്രമത്തിനിടെ പണം കൊള്ളയടിക്കാൻ ശ്രമിച്ചതിനിടെയാണ് ഈ സംഭവം ഉണ്ടായതെന്നും ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റ് വർഗീയ വിഷയങ്ങളൊന്നുമില്ല എന്നുമാണ് ബംഗ്ലാദേശ് അധികാരികൾ പിന്നീട് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംഭവത്തെ പാടെ തള്ളിക്കളയുകയാണ് ഇന്ത്യ. വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ആശങ്കയുണ്ടാക്കുന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഒപ്പം തന്നെ ഈ അമൃത് മണ്ഡലിന്റെ കൊലപാതകത്തിലും അപലപിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്നതാണെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ തള്ളിക്കളയാൻ കഴിയുന്നതല്ല എന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ പ്രതിനിധി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ടി കെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കൊൽക്കത്തയിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. നമ്മൾ നേരത്തെ ഡൽഹിയിലും ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലും മറ്റ് മേഖലകളിലും ഒക്കെ ഇത്തരത്തിലേക്ക് ഈ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങളും ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കൊൽക്കത്തയിലാണ് ആ പ്രതിഷേധം നടക്കുന്നത്. ബി.ജെ.പി നേതാവ് ഒപ്പം തന്നെ കൊൽക്കത്ത പ്രതിപക്ഷ നേതാവുമൊക്കെയായ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ പ്രതിഷേധം അവിടെ പുരോഗമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് പോലെ സന്യാസിമാരും ഒക്കെയായാണ് അദ്ദേഹം ആ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നത്. തുടർന്ന് ഇപ്പോൾ ഈ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറിന്റെ സുരക്ഷയടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ മേഖലയിലേക്കാണ് ഇവർ മാർച്ചുമായി എത്തിയത്. അവിടെ പോലീസ് വലിയ ബാരിക്കേഡുകളൊക്കെ കൊണ്ടുവന്ന് ആ പ്രതിഷേധക്കാരെ അവിടെ തടയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ ലഭ്യമാവുകയാണ്. ടി കെ വിനീത ബി.ജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.